അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹാബിഹിി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയുടെ 85-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിച്ചത്. ഈ ആയത്തിൻ്റെ വിശദീകരണം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, ഈ 85-ാമത്തെ ആയത്ത് അത് സൂറത്തുൽ ബഖറയുടെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണം നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന യഹൂദികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. യഹൂദികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് വാങ്ങിയിരുന്ന, വളരെ ഗൗരവപൂർവം അല്ലാഹു അവരോട് കൽപ്പിച്ച വിഷയങ്ങളായിരുന്നു. അവർ പരസ്പരം രക്തം ചിന്തുകയില്ല, അതുപോലെ അവർ പരസ്പരം അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കുകയില്ല എന്നിത്യാദി കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഉറപ്പു വാങ്ങിയ കാര്യങ്ങളായിരുന്നു. എന്നാൽ ഈ 85-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളെ കുറിച്ച് പറയുകയാണ്. സുമ്മ അൻതും ഹാഉലാ, പിന്നെയും നിങ്ങളിതാ ഇങ്ങനെയുള്ളവരാകുന്നു. എങ്ങനെ? തഖ്തുലൂന അൻഫുസകും വതുഖ്രിജൂന ഫരീഖം മിൻകും മിൻ ദിയാരിഹിം, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല ചെയ്യുന്നു, നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടരെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ ആയത്തുകൾ അത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലമായി ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാർ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹിമഹുള്ളയെ പോലെയുള്ളവർ ഉദ്ധരിച്ചത് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യി ഇറങ്ങുന്ന കാലഘട്ടത്തിലെ മദീനയിലുള്ള യഹൂദികളുടെ ജോലിയായിരുന്നു. അതായത് മദീനയിൽ ഉണ്ടായിരുന്ന ഔസ് ഖസ്റജ് ഗോത്രക്കാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വരുന്നതിന് മുമ്പ് അവർ മുശ്രിക്കുകളായിരുന്നു. ആ കാലഘട്ടത്തിൽ, അതായത് അവരുടെ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാർ അവർ പരസ്പരം യുദ്ധം ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ജൂതന്മാരിലെ 3 വിഭാഗം ആളുകൾ ആ മദീനയിലേക്ക് താമസമാക്കാൻ വരുന്നത്. പിന്നീട് അറബികളിൽപ്പെട്ട ഈ 2 ഗോത്രങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നത് ഈ ജൂതന്മാരായിരുന്നു. യഹൂദികളിൽപ്പെട്ട ബനു ഖുറൈള, ബനു നളീർ, അതുപോലെ തന്നെ ബനു ഖൈനുഖാ, ഈ 3 ഗോത്രങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് മദീനയിൽ താമസിച്ചിരുന്ന വിഗ്രഹാരാധകരായ മുശ്രിക്കുകളായിരുന്ന അറബി ഗോത്രങ്ങളുമായി അന്ന് സഖ്യബന്ധങ്ങൾ സ്ഥാപിച്ചത്. അന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാർ തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സന്ദർഭത്തിൽ യഹൂദികളിൽപ്പെട്ട ബനു ഖൈനുഖാവും ബനു നളീറും അവർ അവരുടെ സഖ്യകക്ഷിയായ ഔസ് ഗോത്രമായും, അതുപോലെ ബനു ഖുറൈള ഗോത്രം അവർ ഖസ്റജ് ഗോത്രമായും സഖ്യത്തിലായതുകൊണ്ട് അവരും ഈ യുദ്ധത്തിൽ പങ്കാളികളാകും. അതായത് അറബികളിലെ മുശ്രിക്കുകളായ ഔസ് ഖസ്റജ് ഗോത്രക്കാർ തമ്മിൽ യുദ്ധമുണ്ടായാൽ യഹൂദികളിൽപ്പെട്ട ഓരോ ഗോത്രവും അവർ തങ്ങളുടെ സഖ്യകക്ഷിയുടെ പക്ഷത്ത് ചേർന്ന് ആ യുദ്ധത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഈ യഹൂദികൾ അവർ പരസ്പരം തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികളാണെന്ന ധാരണ മാറ്റിവെച്ചുകൊണ്ട് തൗറാത്തിന്റെ വക്താക്കളാണെന്ന ഒരു ചിന്തയുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ച വിഷയങ്ങൾ, അതായത് പരസ്പരം രക്തം ചിന്തുകയില്ല, പരസ്പരം ഭവനങ്ങളിൽ നിന്ന് ആരെയും പുറത്താക്കുകയില്ല എന്ന നിയമങ്ങൾ, അതെല്ലാം അവഗണിച്ചു കളയുകയാണ് ഈ യഹൂദികൾ ചെയ്തത്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്. സുമ്മ അൻതും ഹാ
പിന്നെയും നിങ്ങളിതാ ഇങ്ങനെയുള്ളവരാകുന്നു. തഖ്തുലൂന അൻഫുസകും വതുഖ്രിജൂന ഫരീഖം മിൻകും മിൻ ദിയാരിഹിം, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല ചെയ്യുന്നു, നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടരെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു എന്ന്. ഇവിടെ ഒരു അറബി ഗോത്രം മറ്റൊരു ഗോത്രവുമായി യുദ്ധത്തിലേർപ്പെടുമ്പോൾ മദീനയിലെ യഹൂദികൾ അവർ അവരുടെ സഖ്യകക്ഷികളുമായി ചേർന്ന് യുദ്ധം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ യഹൂദികളോട് തന്നെയാണ് സമരം നടത്തുന്നത്. അവർ പരസ്പരമാണ് രക്തം ചിന്തുന്നത്. യഹൂദികളുടെ ഈ ഒരു പ്രവൃത്തി അത് പ്രത്യക്ഷത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയെ മനഃപൂർവ്വം അവഗണിക്കലായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഈ വിഷയത്തെ പഠിപ്പിച്ചു തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.